ഗുരുഭ്യോ നമഃ. ബോധപ്രാപ്തന്റെ സംഗീതം നിശ്ചലതയാണ്, നിശബ്ദമാണ്, ശൂന്യതയാണ്. കാരണം അവിടെ സത്തയുണ്ട്, അതിനാൽ സൗന്ദര്യമുണ്ട്, ആനന്ദമുണ്ട്, പ്രണയമുണ്ട്. ഈ പറഞ്ഞ മൗനത്തിനുള്ളിലാണ് നിലനിൽക്കുന്നത്. മൗനം സംഭവിക്കാതെ ഇവ സംഭവിക്കുവാൻ സാധ്യമല്ല. പൂർണ്ണ മൗനം സംഭവിക്കാതെ ഇവ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഇവയെ അനുഭവിച്ചിട്ടില്ല എന്നേ പറയുവാൻ സാധിക്കൂ. അനുഭവിക്കാതെ നമുക്ക് എന്ത് പറയുവാൻ സാധിക്കും? അതിനെ പറയുവാൻ എന്ത് അവകാശം? അറിയാത്തതിനെ പറ്റി പറയുന്നുവെങ്കിൽ തെറ്റിദ്ധരിച്ചു മാത്രമേ പറയുവാൻ സാധിക്കൂ. അപ്പോഴും പറയുന്നവൻ അറിഞ്ഞല്ല പറയുന്നത് എന്നും പറയാനറിയാത്തവനാണ് പറയുന്നത് എന്നും, സത്യം ഉള്ളിലാണ്, പുറത്താണ്, എന്നിലാണ് എന്ന് പറയുന്നവൻ അറിയുന്നുവോ ആ സത്യം എന്നെന്നും ഉള്ളതാണെന്ന്? അങ്ങനെ അറിഞ്ഞവൻ എന്നുള്ളിലാണെന്ന് എന്നെന്നും ഉള്ളതിനെപ്പറ്റി പറയാൻ ധൈര്യം കാട്ടുമോ? ഞാൻ എന്നെന്നും ഉള്ളവനാണ് എന്ന് പറയാൻ ധൈര്യമുള്ളവനാണ് ധൈര്യത്തോടെ സത്യം എന്നുള്ളിലുണ്ടെന്ന് വീമ്പ് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് അടിച്ചാലും അറിയാതെ അടിച്ചാലും അടി വേദനിക്കുക തന്നെ ചെയ്യും. അത് വീമ്പ് പറച്ചിലിനും ബാധകം. സ്വയം അറിയണം. അത് അറിയാതെ നാം വീമ്പ് പറയുന്ന സത്യം എന്താണെന്ന് എങ്ങനെയാണ് എന്ന് എങ്ങനെ അറിയാൻ കഴിയും? അറിയില്ലെങ്കിൽ അറിയും വരെ ക്ഷമയോടെ പരിശ്രമിക്കുവാൻ നാം തയ്യാറാവണം. ആത്മവിചാരം ചെയ്യണം. മിഥ്യാധാരണയുള്ളവൻ അവനെപ്പറ്റി പൊക്കിയും അവരെപ്പറ്റി താഴ്ത്തിയും സംസാരിക്കുന്നു. രണ്ടും ദോഷമാണ്. കാരണം അവനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് താരതമ്യം ചെയ്യുന്ന മനസ്സാണ്. നിലനിൽക്കുന്നത് കൊണ്ടാണ് അവയെല്ലാം പറയണമെങ്കിൽ അവനിൽ വലിയ തോതിൽ തെറ്റിദ്ധാരണ നിലനിൽക്കണം. ആത്മജ്ഞാനമില്ലാതെ ജനിക്കുന്നത് നമ്മുടെ പരാജയമല്ല, എന്നാൽ ആത്മജ്ഞാനമില്ലാതെ മരിക്കുന്നത് നമ്മുടെ പരാജയമാണ്. സത്യത്തെ ബോധ്യപ്പെടാതെ നമ്മളെ പറ്റിയുള്ള എല്ലാത്തരം നിർവചനങ്ങളും നിർത്തുക. സത്യം അറിയാതെ അതിനെപ്പറ്റി ആര് എന്ത് പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുക. വിചാരം ചെയ്യുക. ആ വിചാരം സത്തയിലേക്ക് നയിക്കുന്നതായിരിക്കണം എന്ന് മാത്രം. ഒരു ബോധപ്രാപ്തന്റെ വാക്കുകൾക്ക് മൗന സ്വഭാവമാണ്. അതിൽ ശബ്ദമില്ല, അക്ഷരമില്ല. നിങ്ങളിൽ അത് മൗനം സൃഷ്ടിക്കുവാൻ സഹായിക്കും. അല്ലാതെ ആ വാക്കുകൾ നിങ്ങൾ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. വിചാരമാർഗം എല്ലാ വിചാരവും ചാരമാക്കുവാനാണ്. ശ്രദ്ധ പൂർണ്ണമായിരിക്കണം. എന്നാൽ ശ്രദ്ധ പൂർണ്ണമാക്കുവാൻ നാം വല്ലാതെ വിഷമിക്കുന്നു. എന്നാൽ എല്ലാ അശ്രദ്ധയും പൂർണ്ണമാണ്. അതിന് നമ്മുടെ പ്രയത്നം വല്ലാതെ വേണ്ടി വരുന്നില്ല. ജാഗ്രതയിൽ നിൽക്കുന്നവന് ചിന്താക്കുഴപ്പം ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്കൊന്നും ചിന്താക്കുഴപ്പമില്ല. അവർ ജാഗ്രതയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ മനുഷ്യൻ എപ്പോഴും ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുന്നു. മനസ്സ് സത്ത വിട്ട് പലതിലും പോകുമ്പോൾ ചിന്താക്കുഴപ്പം പിന്തുടരുന്നു. വൈവിധ്യങ്ങളേറെയുണ്ടെങ്കിലും തിരഞ്ഞെടുക്കുവാൻ ഏറെയുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുന്നവൻ ചിന്താക്കുഴപ്പത്തിലാകും. എന്നാൽ തിരയാനും തിരഞ്ഞെടുക്കാനും സത്തയിൽ സത്ത മാത്രമേ ഉള്ളൂ. അതിനാൽ അതിൽ ആശയക്കുഴപ്പമില്ല. ആശയക്കുഴപ്പം ആശയുള്ളത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. എല്ലാവരുടെയും ആശ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്നതാണ്. എന്നാൽ ആരും ആയിരിക്കുന്നത് പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമാണ് ആശയക്കുഴപ്പത്തിൽ നിന്നും കരകയറാനുള്ള ഏക വഴി. ഹരി ഓം. 21 ജൂൺ 2025 വിഷയം ഗുരുജി കൈകാര്യം ചെയ്യുന്നത് ഈ സൈലൻസിലോട്ട് എത്താനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ളത്, അതാണ് കൂടുതലും ഉള്ളത്. അതായത് ഒരു പ്രാപ്തന് ഉണ്ടാകുന്ന ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് എത്താൻ
പിന്നെ എന്തൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം, ചിലത് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യമാണ് കൂടുതലും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് അതുകൊണ്ട് ആ ലെവലിൽ നിന്നാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു പിന്നെ ഒരു ചെറിയ ഡൗട്ടുണ്ട്. കാരണം 2 ദിവസം മുമ്പേ നമ്മളൊരു ടോക്കിലെ ലാസ്റ്റ് പാർട്ടിൽ പറഞ്ഞില്ലേ, സത്തയുമായുള്ള ചേർച്ച ജൈവികവുമാണ്. ആ ചേർച്ചയിൽ ചോർച്ച സംഭവിച്ചാൽ അത് വെറും ഒരു ഭൗതിക വ്യായാമമാണ്. അപ്പൊ ഇന്നത്തെ നമ്മൾ അതായിരിക്കും. കാരണം നമ്മള് എന്തിനെ പിന്നെ സത്തയെ അറിഞ്ഞിട്ടില്ല. ഇത് പിന്നെ കൂടുതലും കുറിച്ച് ആ ബോധപ്രാപ്തന്റെ ആ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോ നമുക്ക് അറ്റ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു ഇസ് ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഗുരുജി നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ നമ്മള് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയാം. ഡൂസ് ആൻഡ് ഡോൺട്സ് ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പം പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വല്ലതും ആ മൗനത്തിന്റെ നിശബ്ദതയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? അപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ ഇമാജിനേഷൻ ലെവൽ ആണെങ്കിലും ആ രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്ത് പറയൂ, അങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതും ഞാൻ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പിന്നെ പറയുന്നത് പിന്നെ ബോധപ്രാപ്ത നേടിയവർക്ക് ഒരു സംഗീതം ഉണ്ടെന്ന്. അത് നിശ്ചലതയും പിന്നെ നിശബ്ദതയും ആണ്. പിന്നെ ആ നിശബ്ദതയിലും ശൂന്യതയിലും സത്തയുണ്ട്. എന്നിട്ട് അവിടാണ് ഈ ആനന്ദം, സൗന്ദര്യവും പിന്നെ പ്രണയവും ഉള്ളത്. ആ ഒരു പറഞ്ഞ പോയിന്റ്. പിന്നെ അത് പിന്നെ ഈ 3 കാര്യം, അതായത് ആനന്ദവും സൗന്ദര്യവും പ്രണയവും, ഇത് മൗനത്തിലാണ് നിലനിൽക്കുന്നത്. ഈ സംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പിന്നെ ഋതമാണ്. അതായത് ബോധപ്രാപ്തന്റെ സംഗീതം എന്ന് പറയുമ്പം അവ ഒരു ലയത്തിലാണ്, സത്ത ലയത്തിലാണ്. അപ്പൊ ആ ലയം ഇസ് ദ മെർജിങ് ഓഫ് വൺ സെൽഫ് വിത്ത് എ ഹയർ പവർ ഓർ സ്റ്റേറ്റ് ഓഫ് ബീങ് അബ്സോർബ്ഡ് ഇൻ സംതിങ് കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടുള്ളതില് മെർജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഋതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആ സംഗീതമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പിന്നെ ആനന്ദത്തിലും സൗന്ദര്യത്തിലും പ്രണയത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആനന്ദം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് ഇറ്റ്സ് നോട്ട് സെൻസസിന്റെ പോലെ അല്ല, ഒരു ന്യൂട്രൽ ലെവലിൽ നിൽക്കുന്നതും. പിന്നെ പ്രണയം അതുകൊണ്ട് അൺകണ്ടീഷണൽ ലവ് എന്നുള്ളതൊരു കാര്യം വരും. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരോ നിമിഷത്തെ ആ പുതുമ കണ്ട് അതില് ഒരു സൗന്ദര്യം ആസ് ഇറ്റ് ഇസ് കാണുന്നത്, വേറെ ഒരു ആരോപണവും ഇല്ലാതെ കാണുന്നത്, അതിന് ഒരു സൗന്ദര്യം. ഇതൊക്കെ ആണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്ത് വന്നാലേ ഉള്ളൂ നമുക്കും അറിയുന്നത് ആ തലത്തിലോട്ടാ നമ്മൾ പോകുന്നതെന്ന്. അപ്പൊ അത് അനുഭവിച്ച് വരുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പൊ അല്ലാതെ ഈ ശൂന്യത എന്നൊക്കെ പറയുന്നത് എത്രത്തോടും എവിടെ വരെ എന്നൊന്നും നമുക്ക് അളക്കാനൊന്നും പറ്റില്ലല്ലോ. അതെന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് വേണമെങ്കിൽ പറയാം, അവർക്ക് ആ സാധനാ തലത്തിൽ പോയപ്പം അവരുടെ അനുഭവം ഈ സൈലന്റ് ആയിട്ട് ധ്യാനം ചെയ്യുമ്പം അവർക്ക് എന്താണ് അനുഭവം ഉള്ളതെന്ന് വളരെ വെൽക്കം ആയിരിക്കും, എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഗുരുജി പറയുന്നത് പൂർണ്ണ മൗനം നമ്മൾ സാധകരെല്ലാം അതിന് എയിം ചെയ്യേണ്ടതാണ്. അത് സംഭവിക്കാതെ ഈ 3 കാര്യം നമുക്ക് ആനന്ദവും സൗന്ദര്യവും പ്രണയവും അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് കുറെ പറയുമായിരിക്കും. പിന്നെ പൂർണ്ണ മൗനം സംഭവിക്കാതെ പിന്നെ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതും എന്തോ പറയും,
എത്രത്തോളം ശരിയായിട്ട് പറയുന്നു. അതായത് അത് അനുഭവിക്കാതെ ഈ മൗനം അനുഭവിക്കാതെ നമുക്ക് പിന്നെ എന്ത് പറയാൻ സാധിക്കും? പിന്നെ എന്തോ അവകാശവുമുണ്ട്. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയുടെ ബേസിസിലായിരിക്കും അത് പറയുന്നത്. പിന്നെ അങ്ങനത്തെ ഒക്കെ ഒരു ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാവും. പിന്നെ അത് അനിവാര്യമാണ്. നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് അവെയർ ആയിരിക്കണം. ഇങ്ങനെ ചില തെറ്റുകൾ പറ്റാം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാകാം. പിന്നെ നമ്മൾ അറിയാതായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത്. നമ്മൾക്കൊക്കെ എല്ലാരും ഒരുപോലെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും ഈ എക്സ്ചേഞ്ചില്. അതാകാം. പിന്നെ എന്നാൽ പിന്നെ ഗുരുജി അത് ക്ലിയർ ചെയ്യും. അങ്ങനെ പിന്നെ എന്നെന്നും ഉള്ളതിനെ പറ്റി പറയാൻ, അതായത് ഞാൻ എന്നെന്നും ഉള്ളവനാണെന്ന് പറയാനും എന്തോ അവകാശം ഇത് അനുഭവിക്കാതെ. അങ്ങനെ വീമ്പും പറയരുത് ആ ഒരു രീതിയില്. പിന്നെ കാരണം അങ്ങനെ പറഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന പ്രശ്നമല്ല. കാരണം ഷെയർ ചെയ്യാം, ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇരുന്ന് ഷെയർ ചെയ്യാം. അത് ആരും ഈ ഞാൻ കേമനാണെന്ന് ഒറ്റ വിധത്തിലും ചിന്തിക്കാൻ പാടില്ല. മറ്റാരും ഇതും താഴ്ന്നിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പറയുന്നുണ്ട്, അടി കിട്ടുന്നതായിരിക്കും. അടിയെന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ അങ്ങനെ ഒരു അഹംഭാവത്തിൽ പറയുമ്പോഴാണ് നമുക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ മുന്നോട്ട് പോകുന്ന ആ അഹത്തിന്റെ എഫക്റ്റും കൊണ്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു ബ്ലോക്ക് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫില് ഇതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യണം നമുക്ക് ഇപ്പൊ ജനിക്കുമ്പം നമുക്ക് നമ്മുടെ ബോധത്തോടല്ലല്ലോ വരുന്നത്. പിന്നെ സത്തയായിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ പോലെ ഒന്നുമല്ല നമ്മള്. അപ്പൊ നമ്മൾ കുറച്ച് കിടന്ന് പണിയണം. അപ്പൊ അത് നമുക്ക് ആ ജ്ഞാനം എന്ന് പറയുന്നത് സ്വയം അവനെ കുറിച്ചുള്ള ഒരു ജ്ഞാനം വേണം. സ്വയം അറിയണം. ഒന്ന് സത്തയെ അനുഭവിച്ചറിയണം. അതാണ് അനുഭവിച്ചറിയണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്നും ഇതിനകത്ത് ഗുരുജി പറയുന്നുണ്ട്. അപ്പൊ സ്വയം അവനവനെ കുറിച്ചുള്ള ജ്ഞാനം അറിയാതെ വീമ്പ് പറയാതെ, പിന്നെ നമ്മള് സത്യം എന്താണെന്ന് അറിയാനാണ് നമ്മള് ക്ഷമയോട് പിന്നെ സാധന ആത്മാർത്ഥതയോട് ചെയ്ത് ഗുരുവിന്റെ മെസ്സേജസ് നന്നായി പിന്നെ മനനം ചെയ്ത് മനസ്സിലാക്കി പിന്നെ മുന്നോട്ട് പോയി ആ ധ്യാനാത്മക മനസ്സും സൈലൻസിലോട്ട് എത്താൻ നമ്മൾ ശ്രമിക്കുക. അതൊന്ന്. അപ്പൊ അങ്ങനെയുള്ളൂ അകത്തെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ അസ്തിത്വം എന്താണെന്ന് ആ ആബ്സല്യൂട്ടിന്റെ കാര്യം ോട്ട് ചെന്ന് അനുഭവിച്ചറിയണം. പിന്നെ മനോതലത്തിൽ പിന്നെ ഈ തെറ്റിദ്ധാരണ ഉള്ള ആ മനോതലത്തിൽ നിന്ന് സ്വയം പിന്നെ പോർത്തുകയും അല്ലെങ്കിൽ അന്യവരെ താത്ത് പറയുമ്പോൾ അത് പിന്നെ അവന് മനോതലത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പിന്നെ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. അതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യണം. ക്ഷമയോട് മറ്റേത് ചെയ്യണം. സെൽഫ് നോളജ് അക്വയർ ചെയ്യണം. പിന്നെ മരണം വരെ നമുക്ക് ആ ആത്മജ്ഞാനം പിന്നെ ആർജിച്ചെടുക്കാൻ, അത് തിരിച്ചറിയാൻ ആ ഒരു ശ്രമം നടത്തണം. വെറുതെ അങ്ങനെ ജീവിച്ചു പോവുകയല്ല. പിന്നെ വേറെ ഒരു കാര്യം പറയുന്നത്, പിന്നെ സത്യം ബോധ്യപ്പെടാതെ നമ്മളെ കുറിച്ചുള്ള എല്ലാ നിർവചനങ്ങളും നിർത്തുക. പിന്നെ അതുപോലെ തന്നെ സത്യം പിന്നെ അനുഭവിച്ച അറിയാത്തിടത്തോളം പലരും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കണം എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യവും ബിസൈഡ്സ് സാധന മറ്റേ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് ഗുരുജി. ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആത്മവിചാരം ചെയ്യുക. അത് സത്തയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ ആത്മവിചാരം എങ്ങനെയാണ്
ഓരോരുത്തര് അവര് അതെങ്ങനെയാ ചെയ്യുന്നതെന്നും അതും നമുക്കൊന്ന് ഷെയർ ചെയ്യണം നമ്മുടെ ഈ ഡിസ്കഷനില്. അതിന് നമുക്കൊരു ഐഡിയ കിട്ടാൻ. പിന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഡൗട്ട് വരുമ്പോൾ ഗുരുജിയോട് ചോദിക്കാം. പിന്നെ ഒരു കാര്യമോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ഗുരുജി പറയുന്നുണ്ട്, ഒരു ബോധപ്രാപ്തന്റെ വാക്കുകൾക്ക് മൗന സ്വഭാവം ഉണ്ട്, അതില് ശബ്ദവുമില്ല അക്ഷരവുമില്ല. അത് നിങ്ങൾ അത് നിങ്ങൾ ആ ഒരു എന്താണ് ഓറ പോലെ ഉള്ളത്, ആ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സഹായിക്കും. ആ ബോധസത്തയിൽ ഇരിക്കുന്ന ആ ബോധപ്രാപ്തന്റെ സമീപത്തിൽ ചെല്ലുമ്പം നമുക്ക് അതിങ്ങനെ നമ്മളെങ്കിലും മൗനമായിട്ടിരിക്കാനുള്ള ആ എനർജി ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതാണ് ഇത്, ദ പ്രസൻസ് ഓഫ് ദ ഗുരു, പ്രസൻസ് ഓഫ് ഓൾ ബീങ് ക്ലോസ് ടു സെൽഫ് റിയലൈസ്ഡ് സോൾസ്. ഒന്ന്. രണ്ടാമത് ആത്മവിചാരം ചെയ്യുക. മൂന്നാമത് ക്ഷമയോട് അനുഭവിച്ചറിയാൻ ശ്രമം നടത്തുക. ഇതാണ് മെയിൻ പോയിന്റ്സ്. പക്ഷെ എങ്കിലും പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ വരുമ്പോഴാണ് അവിടെയും 2 പോയിന്റ്സ് ഗുരുജി പറയുന്നുണ്ട് ഇത് നേടിയെടുക്കാനായിട്ട്. ഇപ്പൊ മോളി പറഞ്ഞ കാര്യം സെക്കൻഡ് പാരഗ്രാഫില് ആ കാര്യങ്ങളില് ശ്രദ്ധ പൂർണ്ണമായി ഇരിക്കണം. പക്ഷെ ശ്രദ്ധ പൂർണ്ണമാക്കാൻ ഈ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വിഷമിക്കും. എന്നാൽ എല്ലാ അശ്രദ്ധയും പൂർണ്ണമാണ്. മീൻസ് അവിടെ അശ്രദ്ധ ഉണ്ട്. അപ്പോ അതിന് നമ്മൾ ആ അശ്രദ്ധയെ മറികടക്കാന് എന്താണ് ചെയ്യേണ്ടത്? അതാണ് ആ ഗുരുജി പറഞ്ഞത്, ബീന്ത് ജാഗ്രത അവസ്ഥയില് ഈ നിമിഷത്തിൽ ഇരിക്കുക. കാരണം ഒരാളിരുന്ന് സൈലന്റ് ആയിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുമ്പോ അകത്തെ ഓരോരോ കാര്യം കാണുമ്പം ചിലപ്പം എല്ലാം ഒന്നും കിട്ടൂലായിരിക്കും. എത്ര വരെ ആയി, എല്ലാം ചിന്തകൾ വന്നിട്ടുണ്ടോ, പുറത്ത് വന്നിട്ടുണ്ടോ, അങ്ങനെ ഓരോരുത്തരും വരുന്നതനുസരിച്ച് കൈകാര്യം ചെയ്യുകയാണോ, ഇങ്ങനൊക്കെ ഒരു അൺസർട്ടിറ്റ്യൂഡ്, അതായത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വൈഷമ്യം വരും നമുക്ക്. എന്നാൽ അശ്രദ്ധ ഉണ്ട്, കാര്യം എല്ലാത്തിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അതുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിന് സത്യമായിട്ട് തന്നെ നമ്മൾ അത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് നമ്മുടെ പ്രയത്നം കൂടുതൽ വേണ്ട. അതാണ് ഗുരുജി പറയുന്നത്. നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ ഈ നിമിഷത്തില് ഇരുന്നാല്, അപ്പൊ അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ചിന്താക്കുഴപ്പവും, അതായത് ഈ വൈഷമ്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പം ഈ സത്തയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ എത്താത്തതുകൊണ്ട് ഈ കൺഫ്യൂഷൻ വരും. സത്തയ്ക്ക് അങ്ങനെ തിരിക്കുന്ന സ്വഭാവം ഇല്ല. അതുകൊണ്ട് തിരിഞ്ഞെടുക്കാത്തതും കൊണ്ട് ആശയക്കുഴപ്പവുമില്ല. അപ്പൊ ആ തലത്തിൽ എത്തണമെങ്കിൽ വേറൊരു കാര്യോട് നമ്മളെ സഹായിക്കും ആ സത്തയുടെ ലെവലിലോട്ട് എത്താനും. ആശ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന്റെ. അതുകൊണ്ട് നമ്മള് ആശ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്നതാണ് മിക്കവാറും ഉള്ളവർ ചെയ്യുന്നത്. പക്ഷെ അതിന് പകരം ആയിരിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആയിരിക്കുന്നത് പോലെ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ അതും അതായത് അഭിലാഷങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു രീതിയിൽ, അതായത് ഒക്കുന്ന രീതിയിൽ ജീവിച്ചു പോവുക, ഒരു ആഗ്രഹവും ഒന്നിനും ഇല്ലാതെ കിട്ടുന്നത് വെച്ച് ജീവിച്ചു പോവുകയാണെങ്കിൽ അതും സഹായിക്കും. വേണ്ടാതീനം ചിന്തകൾ വരാതെ അതും നമ്മളെ സഹായിക്കും. അതൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കുമ്പോൾ, മിനിമലിസ്റ്റിക് ആക്കുമ്പോൾ അതും നമ്മളെ
അനാവശ്യമായിട്ട് ചിന്തകളും കർമ്മങ്ങളിലും ഏർപ്പെടാതെ പിന്നെ ആ പ്രസന്റിൽ നിൽക്കാനും സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഈ കൺഫ്യൂഷനിൽ നിന്നും രക്ഷപ്പെട്ട് ആ സത്തയിലോട്ട് കുറച്ചുകൂടെ ഒരു ധ്യാനാത്മക മനസ്സിലോട്ട് ചെന്ന് പിന്നെ സത്തയുടെ അടുത്തോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞിട്ടാണ് ഗുരുജി നിർത്തിയിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഈ പിന്നെ ഈ ആത്മവിചാരം ഗുരുവിനോട് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഗുരുജി ആത്മവിചാരം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഇങ്ങനാണോ? അതായത് വെൻ യു ആർ സിറ്റിംഗ് ടു ഡു യുവർ മെഡിറ്റേഷൻ ചെയ്യുമ്പം എല്ലാവരും അവരുടെ സാധന പിന്നെ എന്തെങ്കിലും ജപവും മറ്റേതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ സമയം അനുവദിക്കുന്ന അനുസരിച്ച് അവര് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പൊ ആദ്യം ഈ ചിന്തകളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ഈ ആത്മവിചാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനാണോ? അതായത് നമ്മള് പിന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പം മൈൻഡിനെ ഇന്റേണൽ ഒബ്സർവേഷൻ വേണം. ഇപ്പൊ ഇത് പിന്നെ രമണ മഹർഷി അദ്ദേഹം പറഞ്ഞ ആ ആത്മവിചാരമാണ്. അപ്പൊ ഗുരുജി അത് പറഞ്ഞ് അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ആത്മാവാണെന്ന് അനുഭവിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. അതല്ല വേണ്ടത്. വാട്ട് ഈസ് റിക്വയർഡ് ഇസ്, ഇപ്പൊ മനോതലത്തിലാണെങ്കിലും മനസ്സിനകത്ത് എന്താ കയറി വരുന്നതെന്ന് ആ ലോവർ മൈൻഡ് അല്ലെങ്കിൽ ലോവർ സെൽഫിന്റെ തലത്തിൽ നിന്ന് നമ്മൾ കണ്ടെന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും അത് കാണുക. എന്നിട്ട് അത് കണ്ടിട്ട് ഇത് ഏതിൽ നിന്നും ആണ് ഇതുണ്ടായത്, അതായത് ഇതുണ്ടായത് ഇസ് വിത്ത് റെഫറൻസ് ടു വാട്ട്, എന്തിനെ റിഫർ ചെയ്തിട്ടാണ് അത് ഉണ്ടായത്, ആ ഒരു കാര്യം അങ്ങനെ സീക്ക് ചെയ്യണം. ഇത് ഈ മനസ്സില് എനിക്ക് പൊന്തി വന്ന ഈ വികാരം ഞാൻ കണ്ടത് എങ്ങനെ എന്തും കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, അങ്ങനെ ഈ സോഴ്സിലോട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയാലേ ഉള്ളൂ ഈ ലോവർ മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ ലോവർ സെൽഫിൽ നിന്ന് ഒരു ഹയർ സെൽഫിലോട്ട് പോകുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ചിന്തകൾ വന്നാൽ അവനെ അമർത്തുക എന്നല്ല, ഒട്ടലില്ലാതിരിക്കണം, ശരിയാ. ആക്റ്റീവായിട്ട് ഇരിക്കുമ്പം നമ്മൾ പ്രസന്റിൽ നിന്ന് ആ ഒരു പരിശീലനം അവിടെ നടക്കുന്നുണ്ട്. നിത്യജീവിതത്തിൽ അവിടെ ആ പരിശീലനം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ പോലും ആ നിരീക്ഷഭാവം കൂടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സാധകൻ, അല്ലാതെ വളരെ ബേസ് മൈൻഡ് അല്ല, ഒരു സാധകൻ എന്ന് പറയുമ്പോൾ അവന്റെ മൈൻഡ് കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ ഗുരു സാമീപ്യം കിട്ടിയിട്ട് അവൻ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ കുറച്ചുകൂടെ ആ നിരീക്ഷകന്റെ ലെവൽ കുറച്ചുകൂടെ ഒരു ആത്മാതലത്തിലൊക്കെ വരുവാണെങ്കിൽ അതിനെ പിന്നെ ആ ലോവർ സെൽഫിനെ അപ്പോഴും പിന്നെ തോട്ട്സ് ഉണ്ട്, പിന്നെ വികാരങ്ങളുണ്ട്. ഇതിനെ നോട്ട് ചെയ്തിട്ട്, അപ്പോ നോട്ട് ചെയ്യുക മാത്രം, നിരീക്ഷകൻ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ അറിഞ്ഞു, ആ ബോധതലത്തിൽ അല്ലെങ്കിൽ ആത്മാതലത്തിൽ അറിഞ്ഞു. അപ്പൊ അതോട് നമ്മൾ ചിന്തിക്കണം, ഈ ആത്മാതലം എന്ന് പറയുന്നത്, ഈ ബോധവികാസം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എവിടുന്നാണ് വന്നത്? ആ അറിയുന്ന ആ സ്ഫുരണങ്ങൾ അല്ലെങ്കിൽ ആ അറിയല് അതാണ് ആ പ്രകാശത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ അങ്ങോട്ടെത്തണമെങ്കിൽ ഈ മൈൻഡ് വളരെ അതിന്റെ ആ വൈബ്രേഷൻസ് ഒക്കെ നന്നായിട്ട് കുറയണം. ഇവിടെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ ആണ് ആദ്യം നമ്മൾ അതിനെ പിന്നെ നോട്ട് ചെയ്തിട്ട് നിരീക്ഷണം ചെയ്തിട്ട് കണ്ടെയ്ൻ ചെയ്യണ്ടേ. അന്ന് എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല, അത് വന്നോണ്ടിരുന്ന അതിന് പിന്നെ ഫോക്കസ് ചെയ്യാതെ അങ്ങനെയാണ് നമ്മൾ ആ സൈലന്റ് ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യുമ്പം, കണ്ണടച്ച് ചെയ്യുമ്പം ആ ആക്ടിവിറ്റിയാണ് അവിടെ നടക്കേണ്ടത്. ആക്റ്റീവ് മെഡിറ്റേഷൻ നിത്യജീവിതത്തിലെ പോലെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഈ ആത്മവിചാരം എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു ക്ലാരിറ്റി വേണമായിരുന്നു. കാരണം നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഞങ്ങളുടെ യോഗാമാഷ പറയും, ഞാൻ ആത്മാവാണ്, സോഹം, പിന്നെ സർവം ബ്രഹ്മം, അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല കൂടുതലും. പറഞ്ഞ് ചെയ്യുന്നതല്ല, ഈ ഒരു കാര്യം ഇവിടെ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ
ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പം എത്രത്തോളം മൈൻഡിനകത്ത് ചിന്തകൾ എത്ര ഉണ്ട്, അതെത്രയും കുറയുന്നു, അതിനെക്കുറിച്ച് ബോധം ഉണ്ടെങ്കിൽ, നന്നായിട്ട് കുറയുവാണെങ്കിൽ പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട നമ്മളൊരു ടൈംലെസ് സോണില് അറിയാതെ തന്നെ നമ്മൾ പോകും. എന്നിട്ട് എത്ര സമയം പോയിന്നും അറിയത്തില്ല. അതാണ് അതിന്റെ ഒരു ലക്ഷണം. എന്തോ അതിലോട്ട് ചെന്നെത്തുന്നത് പോലെയുള്ള ഒരു ലക്ഷണമായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു പോകണം. അല്ലെങ്കിൽ അതിലോട്ട് പോകാൻ ആ ഒരു രീതിയിലാണ് പോകേണ്ട. ആത്മവിചാരം വിത്ത് റെഫറൻസ് ടു വിച്ച് സെൽഫ് ഡിഡ് യു ഗെറ്റ് ഓൾ ദീസ് തോട്ട്സ്. അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി പ്രകാശിക്കുന്നത് കൊണ്ടാണ് വിറ്റ്നസ് ആയിക്കോട്ടെ, ത്രൂ വിറ്റ്നസ് ആയിക്കോട്ടെ, അതിനെ റെഫർ ചെയ്തിട്ടാണ് നമുക്കിത് ഉണ്ടായത്. അപ്പൊ അതിലോട്ട് പോകണമെങ്കിൽ ഇവൻ സൈലന്റ് ആവണം. മൈൻഡ് സൈലന്റ് ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ലെവലിലോട്ട്. അങ്ങനെയാണ് ആത്മവിചാരം ചെയ്ത് അവിടുത്തെ ആ ആക്ടിവിറ്റി അതായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് പെതുക്കെ ഒരു ടൈംലെസ് സോണില് എത്ര നേരം എക്സിസ്റ്റ് ചെയ്യാം, ഒരു നത്തിങ്നെസ് എന്നുള്ളൊരു തലത്തിൽ നിൽക്കാൻ പറ്റുമോ, ഒരു വികാരവും ഒന്നും ഇല്ലാത്ത ഒരു തലത്തിൽ ഇരിക്കാൻ പറ്റുമോ, അത്രയും നേരം ഇരിക്കുക. അങ്ങനെ ആ കണ്ടിന്യൂറ്റി വരണം. ആൻഡ് യു ടു ബി വിത്ത് ഇറ്റ്. Be with it when you are doing meditation. If you can be with it even when you are doing your daily life, അതും enhanced by Guruji's being in the present and developing ധ്യാനാത്മക മനസ്സ് നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് എനിക്ക് പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എനിക്കത് ശരിയാവണം എന്നും അറിയില്ല. പക്ഷെ ഗുരുജി പറഞ്ഞു തന്നത് മറ്റേ രമണ മഹർഷി അദ്ദേഹം പറഞ്ഞ സെൽഫ് എൻക്വയറി തന്നെയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫ്രം ലോവർ സെൽഫ് ടു ഹയർ സെൽഫ്. ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു. ഹരിയും എല്ലാം ഗുരുജിയുടെ കാൽക്ക് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോ ഇത് ഒരു വളരെ നല്ലൊരു ടോപ്പിക്കാണിത്, ഇന്നത്തെ ഈ വൃത്തത്തിലെ ശൂന്യത. ഇത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് നമ്മൾ മനോതലങ്ങളെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവിടെ ഒരു നിരീക്ഷകനുണ്ട്, മനസ്സിന്റെ കൂടെ നിൽക്കുന്ന നിരീക്ഷകനാണെങ്കിലും ഒരു നിരീക്ഷകനുണ്ട്. എന്നിട്ട് ഇപ്പോ ഒരു ധ്യാനാത്മക മനസ്സിലേക്ക് നമ്മൾ ചെറുതായിട്ട് എത്തിയിട്ടുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ധ്യാനാത്മക മനസ്സ് നമ്മളുണ്ട്. അതും വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ആത്മവിചാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇപ്പോ നമ്മൾ ധ്യാനാത്മക മനസ്സിന്റെ ഒരു ചെറിയൊരു അംശം നമ്മളിലുണ്ട്. എന്നാൽ ഇത് നമുക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല. അതിന്റെ കാരണം മനസ്സിന്റെ പിടിയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതും നമ്മൾ അംഗീകരിക്കുന്നു. അപ്പം യഥാർത്ഥ നിരീക്ഷകൻ ഉണരുമ്പോ മാത്രമേ അപ്പോഴ് നമ്മൾ ഈ മാറി മറിയുന്ന ഇപ്പോഴുള്ള ശാന്തതയുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇടയ്ക്ക് ശാന്തത കിട്ടും, പിന്നെ വീണ്ടും നമ്മൾ പഴയ രീതിയിൽ പോകും, വീണ്ടും വരും, അങ്ങനെ മാറി മറിഞ്ഞാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ശാന്തത, മനസ്സിന്റെ ശാന്തത. അപ്പൊ ആ ധ്യാനാത്മക മനസ്സിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ സാധിക്കുമ്പോൾ മാത്രമേ ഇതിനപ്പുറത്ത് ഉള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മനസ്സിന്റെ ആവുകയും അപ്പൊ മാത്രമേ ശാന്തത, യഥാർത്ഥ ശാന്തത അതിൽ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യുള്ളൂ. അപ്പോഴാണ് അവന്റെ മനസ്സെന്താവുന്നത്, ശൂന്യമാവുകയും സത്ത എന്ന് പറയുന്നതിനെ അനുഭവിക്കുകയും ചെയ്യുള്ളൂ. അപ്പോ മാത്രമാണ് അവൻ യഥാർത്ഥത്തില് ജീവിക്കുന്നത്. എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന അപ്പോഴാണ്. അതുവരെ നമ്മൾ ശരിക്കും ജീവിക്കുകയല്ല, നമ്മൾ നമ്മുടെ ഭാവനയിൽ കൂടി എന്തോ കണ്ടുകൊണ്ട് എന്തോ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥ ജീവിതം അല്ല അത്. യഥാർത്ഥത്തിൽ ആ ധ്യാനാത്മക മനസ്സ് വന്ന് അതിനും അപ്പുറമുള്ള നിരീക്ഷകനിലോട്ട് എത്തുമ്പോ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാത്തിനെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യം തൽക്കാലം അതാണ്, തൽക്കാലം അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ ചെയ്യണ ഈ മെഡിറ്റേഷന്റെ ടെക്നിക്സ് ഉണ്ടല്ലോ,
മീറ്റ് മീ മെഡിറ്റേഷൻ സെന്ററിൽ ചെയ്യുന്ന മെഡിറ്റേഷൻ ടെക്നിക്സ് എല്ലാം നമ്മൾ ഈ അവസ്ഥകളുടെ ഈ പറയുന്ന ശാന്തതയായിക്കോട്ടെ, നിരീക്ഷകനായിക്കോട്ടെ, ചെറിയ രീതിയിലുള്ള ധ്യാനാത്മക അവസ്ഥയായിക്കോട്ടെ, ഇതെല്ലാത്തിനെയും ചെറുതായിട്ടൊന്ന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്സ് എല്ലാം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഈ നമ്മളിപ്പോ ചെയ്യുന്ന ഈ പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഗുരുജി ഈ സൈലൻസ് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. 3 ദിവസത്തെ സൈലൻസ് റിട്രീറ്റ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സൈലൻസ് ക്യാമ്പ്, അതായത് ഈ മെഡിറ്റേഷന്റെ പ്രാക്ടിക്കൽ സെഷൻസ് തുടങ്ങുന്നതിന് മുന്നേ വന്ന സൈലൻസ് ക്യാമ്പുകളുണ്ട്, 3 ദിവസത്തെ റിട്രീറ്റ്. അപ്പൊ അതില് നന്ദൻ വന്നപ്പോഴത്തേക്ക് നന്ദൻ ആദ്യം എന്ത് ചെയ്തു? നന്ദൻ ആദ്യം മനഃപൂർവ്വം ഒരു സൈലൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതില് കുറെ കൂടെ മുന്നോട്ട് പോയപ്പോ എന്ത് പറ്റി? ഓട്ടോമാറ്റിക് ആയിട്ടൊരു സൈലൻസ് ഉള്ളിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നന്ദൻജി ഭയങ്കര ആനന്ദത്തിലായിരുന്നു. ചിരി പോലും നിർത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ആനന്ദത്തിലായിരുന്നു. അത് ആ ഒരു സൈലൻസിനെ അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പം ആ ആനന്ദം അവിടെ അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യുന്ന അതിനുശേഷമാണ് നമുക്ക് ഈ മെഡിറ്റേഷന്റെ പ്രാക്ടിക്കൽ സെഷൻസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് തന്നെ പറയണം. കാരണം ഒരു ബോധപ്രാപ്തന്റെ കൂടെ നിന്ന് ഈ ധ്യാനവിധികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇപ്പോ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. കാരണം നമ്മൾ ഒരു അനുഭവം വന്നാലേ ആ ഒരു ഫയൽ ക്രിയേറ്റ് ആവുള്ളൂ. അത് ക്രിയേറ്റ് ആവുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇപ്പം ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് പോകുമ്പോ നമ്മളിൽ കിട്ടുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളാണ് ഇത്, ഇതിനപ്പുറം നമുക്ക് പോകണം. അപ്പൊ അത് ആ ഒരു ബോധപ്രാപ്തന്റെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച് തരികയാണ് ഈ പ്രാക്ടിക്കൽ സെഷൻസിലൂടെയെല്ലാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന വൃത്തത്തിലെ ശൂന്യത തന്നെ ആയിക്കോട്ടെ, ഇതെന്താണ്? ഇതൊരു ഫ്ലോയില് ആ ഒരു ബോധത്തിൽ നിന്നും വരുന്ന ഒഴുക്കാണ്. ഈ ഒഴുക്കിനെയാണ് നമ്മൾ അതിനെ വിചാരം ചെയ്യാൻ ശ്രമിക്കുന്നത്, ആത്മവിചാരം ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ബോധതലത്തിൽ എത്തിയിട്ടുമില്ല. പക്ഷെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഇത്രയും പേര് 5 പേരോ അല്ലെങ്കിൽ 6 പേരുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങളും എല്ലാവരുടെ മനസ്സിലും ഉള്ളതാണ്, എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം. അതെങ്ങനെ എല്ലാവർക്കും ഒരേപോലെ നോട്ട് ചെയ്യാൻ പറ്റുന്നു? അപ്പം അത് നമ്മുടെ കഴിവല്ല, നമ്മൾ മനസ്സിലാക്കിയതല്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ചിന്തിച്ച് പറയുന്നതല്ല ഇത് ആ ബോധസ്വരൂപനായിട്ട് നിൽക്കുന്ന ആ ബോധത്തിൽ നിന്നും കിട്ടുന്ന അറിവാണ് നമ്മളിലൂടെ വരുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ ഡൂവർഷിപ്പ് ഇല്ല. ഡൂവർഷിപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തെ അറിവ് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് നോളജാണ്. നമ്മൾ അവനവന്റെ എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയ അറിവുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരിടത്തു നിന്നും വായിച്ചെടുത്ത് മനസ്സിലാക്കി ബുദ്ധി കൊണ്ട് പറയുന്നതല്ല. അനുഭവങ്ങളിലൂടെ പോയ അറിവുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അത് സാധിച്ച എന്തുകൊണ്ടാണ്? ആ ബോധപ്രാപ്തനിൽ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോ എന്താണ് നമ്മളിപ്പോ ഈ അടുത്ത ഒരു ഇതിൽ പറയുന്നത്, എല്ലാവരും മൗനത്തെക്കുറിച്ചും ശാന്തതയെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ധ്യാനം ഇതാണ്, മെഡിറ്റേഷൻ ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നെല്ലാം നമ്മൾ വാചാലനാകുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആർക്ക് വേണോ ഇങ്ങനെ പറയാം. പക്ഷെ അനുഭവത്തിലൂടെ അതിനെ മറ്റുള്ളവരിലേക്കും അനുഭവവേദ്യമാക്കി കൊടുക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ഒരു ബോധപ്രാപ്തന് മാത്രമേ സാധിക്കൂ. മറ്റതെല്ലാം എന്താണ്? വെറും ഭാവനകളിൽ കൂടിയും മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ അതിലെന്ത് പറ്റും അവർക്ക്? സാധാരണ അങ്ങനെ പറയുന്നവര് അവരിൽ അഹങ്കാരം കൂടുകയേ ഉള്ളൂ. അപ്പം സമയം വെറുതെ പാഴാക്കി അവരെന്താണ് ചെയ്യുന്നത്? മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ജീവിക്കുന്നില്ല. അവർ ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവനകളിൽ കൂടി കാണാൻ ശ്രമിച്ച്
അവർ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിലേക്ക് വരുന്നില്ല, മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. എന്നാൽ ഒരു ബോധപ്രാപ്തൻ സംസാരിക്കുന്നുവെങ്കിൽ ഇരിക്കട്ടെ, ആ സംസാരിക്കുന്ന ബോധപ്രാപ്തന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കും? അത് ശൂന്യമായ വാക്കുകളായിരിക്കും, നമ്മളെ ശൂന്യമാക്കുവാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മളെ ചിന്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളായിരിക്കും. നമ്മളോടൊപ്പം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മളെ ആ പ്രേമസാഗരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു ബോധപ്രാപ്തം നമ്മളിൽ ഒരു പ്രണയമഴ ചൊരിഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റുന്നു? പ്രണയമാക്കി മാറ്റുന്നു. പ്രണയം എന്താണ്? നമ്മുടെ സത്ത തന്നെയാണ്. അങ്ങനെയാണ് നമ്മളെ നമ്മുടെ സത്തയിലേക്ക് ഒരു ബോധപ്രാപ്തൻ പതുക്കെ 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 പടിപടിയായിട്ട് നമ്മളെ കൊണ്ട് ആത്മവിചാരം ചെയ്യിപ്പിച്ച് അതിലേക്ക് എത്തിപ്പിക്കുന്നത്. അപ്പൊ ഈ നിമിഷങ്ങളെല്ലാം നമ്മളിൽ സംഭവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അതാണ് അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. ഈ നിമിഷം നമ്മളെ ഈ നിമിഷത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ സാധിക്കും? ഈ നിമിഷത്തിൽ നമ്മള് ഒട്ടലില്ലാത്ത മനസ്സിന്റെ ഉടമയാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ആ ഈ നിമിഷത്തിൽ നിൽക്കാനും പറ്റൂ. അത് നമ്മൾ നിരീക്ഷണത്തിലാണ്. അവിടെ നമ്മളില് ഭാവിയോ ഭൂതമോ അങ്ങനെ ഒന്നും അലട്ടുന്നില്ല. അതിന്റെ പ്രശ്നങ്ങളോ അതിന്റെ ആശങ്കകളോ ഒന്നും ഇല്ല ഈ നിമിഷത്തില്. അപ്പം വേണ്ടതിനെയും വേണ്ടാത്തതിനെ എല്ലാം വേർതിരിച്ചറിഞ്ഞ് നമ്മുടെ നോട്ടം എവിടത്തേക്കായിരിക്കും? സത്യയിലേക്ക് മാത്രമായിരിക്കും നോട്ടം. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വേണ്ടത് നമ്മൾ പോകുന്ന വഴി കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഉറയ്ക്കണം. നമ്മൾ ആ ബോധപ്രാപ്തന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് പോകുന്ന വഴി കറക്റ്റ് ആണെന്ന് ഉറച്ചാൽ മാത്രമേ എന്തൊക്കെ നമ്മളിൽ സംഭവിക്കുള്ളൂ. ഈ നിമിഷത്തിൽ നിലനിൽക്കാനും സംഭവിക്കുള്ളൂ, ഒട്ടലില്ലാത്ത മനസ്സിന്റെ ഉടമയാവാനും സംഭവിക്കുള്ളൂ, ഭാവിയും ഭൂതവും ഒന്നും നമ്മളിൽ ആശങ്കകൾ ഉണ്ടാക്കാതിരിക്കാനും സംഭവിക്കുള്ളൂ, അതിനും കഴിയുള്ളൂ. അപ്പൊ ഉറപ്പുണ്ടെങ്കിൽ, പോകുന്ന വഴി കറക്റ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ സംഭവിക്കും. കാരണം നമ്മൾ ബോധപ്രാപ്തന്റെ കൂടെയാണ് നിൽക്കുന്നത്, ഇതിന്റെ കൂടെയാണ് നടക്കുന്നത്. അപ്പം ആ നോട്ടം, നമ്മുടെ നോട്ടവും സത്തയിലേക്ക് മാത്രമായിരിക്കും. സത്തയ്ക്ക് സ്ഥിരതയുള്ളതാണ്, അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം സത്തയിലേക്കുള്ള നോട്ടമാകുമ്പം അവിടെ നിന്നുള്ള അട്രാക്ഷൻ, അവിടെ നിന്നുള്ള ഒരു പുള്ളായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. ആ ഒരു എനർജി ഫീൽഡിന്റെ അകത്താണ് നമ്മൾ. അപ്പൊ ആ എനർജി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ പ്രവർത്തനമല്ല. ആ ഒരു എനർജി ഫീൽഡിന്റെ അകത്ത് നമ്മൾ പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നോട്ടം എപ്പോഴും സത്തയിലേക്ക് മാത്രമാവട്ടെ ഓരോ സംഘടനയുടെയും. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ ഗുരുജി പ്രധാനമായിട്ടും മൗനം, തെറ്റിദ്ധാരണകൾ, ശ്രദ്ധ, ആത്മവിചാരം എന്നിവയെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഈ മൗനമാണ് സത്തയിലേക്കുള്ള മാർഗം എന്ന് ഗുരുജി പറയുന്നുണ്ട്. മാത്രമല്ല, ആ അനുഭവം നേടിയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുള്ളൂ. നമ്മളിപ്പോൾ അതിനെ അനുഭവിക്കാത്തതുകൊണ്ട് ഗുരുജി എഴുതിയ ഈ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം ഇനി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എങ്കിലും ഈ മൗനം എന്ന് പറയുമ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഗുരുജിയുടെ ഫേസ്ബുക്കിൽ 2000-ൽ, അതായത് ആ കൊറോണ കാലത്ത്, അന്നേരമാണ് ഞാൻ ഗുരുജിയെ പരിചയപ്പെടുന്നത്. അപ്പം ഗുരുജിയുടെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് പെട്ടെന്ന് എന്നെ ക്യാച്ച് ചെയ്തത്, എൻ്റെ ഓർമ്മ ഒന്ന് വൃന്ദാവന യാത്ര, അതിനു മുമ്പ് നടത്തിയ ഒരു വൃന്ദാവന യാത്രയെക്കുറിച്ച് ഗുരുജി വളരെ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആത്മഭാഷണം, ഇതാണ് ആദ്യം എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അത് വായിക്കുമ്പോഴുള്ള അനുഭവം എന്ന് പറയുന്നത്, നമ്മളത് മനസ്സുകൊണ്ടല്ല വായിക്കുന്നത്, മനസ്സോ ബുദ്ധിയോ അവിടെ പ്രവർത്തിക്കുന്നില്ല, അത് ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത്. കാരണം അത് വായിച്ചു കഴിഞ്ഞാലും അത് കുറേ സമയം
മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോഴാണ് അന്ന് ഇതിൻ്റെ ഈ ടേംസിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഗുരുജിയുടെ രചനകൾ നമ്മളെ ഒരു ധ്യാനാത്മക മനസ്സിലേക്കാണ് നയിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഓൺലൈൻ സത്സംഗം ഉണ്ടായിരുന്നു ആ 2020 കാലഘട്ടത്തിൽ ഗുരുജിയുടെ ഫേസ്ബുക്കിൽ ഓൺലൈൻ സത്സംഗ. അതിൽ ഗുരുജി പല ആശയങ്ങളും കഥാരൂപത്തിൽ പറയാറുണ്ട്. അതിൽ ചില കഥകളൊക്കെ മനോഹരമാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഒരു കഥ പറഞ്ഞത് ഇപ്പോഴും ഞാനത് ഓർത്ത് വെക്കുന്നു. അതായത് ഒരു ഗുരു 2 ശിഷ്യരോട് പിറ്റേ ദിവസം രാവിലെ അടുത്തുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് അവിടുന്ന് ഒരു പൂവ് ശേഖരിക്കാൻ പറയുന്നു. അതായത് വീഴുന്ന പൂവ് പറ്റില്ല, അതുപോലെ തന്നെ വീഴാതെ ഉള്ളത് പറിക്കാനും പറ്റില്ല. ആ ഒരു കൊഴിയുന്ന പൂവ്, അതിൽ നിന്ന് കൊഴിയുന്നത് വരെ കാത്തിരുന്ന ആ കൊഴിയുന്ന പൂവ് നിലത്ത് മുട്ടുന്നതിന് മുമ്പേ അത് എടുക്കാൻ പറയുന്നു. ഇപ്പൊ 2 സാധകരിൽ ഒരാൾ രാവിലെ എഴുന്നേറ്റ് വളരെയധികം പ്രിപ്പറേഷൻ നടത്തി. അപ്പൊ ആദ്യം ആര് കൊണ്ടുവരുന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് പ്രിപ്പറേഷനൊക്കെ നടത്തി അവിടെ ചെന്നു. അയാൾക്കൊരു പൂവ് കിട്ടി. അയാൾ ആദ്യമേ കൊണ്ടുവന്നു. രണ്ടാമത്തെ സാധകൻ ഗുരുജി എന്താണോ പറഞ്ഞത് അതുപോലെ ആ വനത്തിലേക്ക് പോയി, ആ കാട്ടിലേക്ക് പോയി. അയാൾ കുറേ നേരം കാത്തിരുന്നു. ഒരു പൂവും വീണില്ല. അതുപോലെയുള്ള പൂവുകളൊക്കെ ആൾക്കാർ പറിച്ചുകൊണ്ടിരുന്നു. അയാൾ മൗനമായിട്ട് വന്ന് ഗുരുവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ ആ പൂവ് എവിടെ നിന്റെ പൂവ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇല്ല, കിട്ടിയില്ല എന്നുള്ളത് മൗനമായിട്ട് ഇങ്ങനെ തലയാട്ടി. അപ്പോഴാണ് പറഞ്ഞത് നീയാണ് യഥാർത്ഥ വിടരുന്ന പൂവ്. അപ്പോൾ അങ്ങനെയുള്ള കഥകൾ അത് പെട്ടെന്ന് തന്നെ വളരെയധികം ഇപ്പോഴും അത് മനസ്സിൽ നിൽക്കുന്നു. കാരണം എന്നിട്ട് ഞാൻ ഗുരുജിയോട് ചോദിച്ചു, ഇത് വളരെ മനോഹരമായിരിക്കുന്ന കഥയാണല്ലോ. അപ്പം ഗുരുജി പറഞ്ഞു അത് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതുപോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒരു രീതിയിലേക്കാണ് നമ്മൾ മൗനത്തിലേക്ക് പോകുന്നത്. നമ്മൾ മൗനത്തിൽ എത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആവില്ല. നമ്മളത് ഗുരുജിയുടെ ഈ രചനകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ മൗനത്തിലേക്ക് പോകുന്ന അനുഭവമാണ് ഉള്ളത്. അത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുമ്പോഴവിടെ തടസ്സം വരുന്നുണ്ട്. അപ്പം ഈ എന്താണ് വൃത്തത്തിലെ ശൂന്യതകൾ തന്നെ അത് നമ്മൾ വായിക്കുമ്പോൾ ഇന്നലെ നന്ദൻ പറഞ്ഞതുപോലെ ഒരു പലതവണ അത് ആവർത്തിച്ച് വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ അത് അലിഞ്ഞു ചേരുകയാണ്. അപ്പൊ അതിനകത്ത് പലതും നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് വേവലാതിപ്പെടുമ്പോഴും നമ്മുടെ ആ മൗനത്തിന് അവിടെ തടസ്സം സൃഷ്ടിക്കുകയാണ്. അപ്പൊ അവിടെ ഇത് വായിക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സ് ധ്യാനാത്മക മനസ്സായിട്ട് മാറുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ ധ്യാനാത്മക മനസ്സെന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ആ ഒരു ടേം എനിക്ക് മനസ്സിലായത്. അപ്പൊ അന്ന് തുടക്കത്തിൽ ഗുരുജിയുടെ രചനകൾ വായിക്കുമ്പോഴും ആ മനസ്സ് അതിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അപ്പൊ അതൊരു ധ്യാനാത്മക മനസ്സായിട്ട് ആയിരിക്കണം നമുക്ക് അനുഭവപ്പെടും, നമ്മൾ അറിയാതെ തന്നെ. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ആ വായിച്ചതിൽ തന്നെ നമ്മൾ കുറേ നേരം സൈലന്റ് ആയിട്ട് തങ്ങി നിൽക്കുന്നു. അപ്പൊ അതുപോലെ നമ്മള് സാധന ചെയ്യുമ്പോഴും നമ്മൾക്ക് ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ ചിന്തകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ എത്രമാത്രം ആ സാധനയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ ആ ചിന്തകളുടെ എണ്ണം പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ തുടക്കത്തിലുള്ളതിനേക്കാളും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ആ ചിന്തകളുടെ എണ്ണം കുറയുമ്പോഴേ തന്നെ അവിടെ ഒരു മൗനം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മളതിനെ ക്ഷമയോട് കാത്തിരിക്കുക. എത്ര കാലം നമ്മൾ ഈ ഒരവസ്ഥയിൽ എത്തണം എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പരിശ്രമിച്ചേ മതിയാവൂ. നമ്മൾ പരിശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിനെ മൗനത്തിൽ നിർത്താൻ കഴിയുള്ളൂ. അപ്പം ആ ഒന്നിനോട് ഒട്ടലില്ലാതെ നിൽക്കുമ്പോൾ ആ മനസ്സിലെ ചലനങ്ങൾ കുറയുന്നതായിട്ട് കാണാം. അപ്പോ അങ്ങനെ ഈ മൗനമാണ് ഇതിലേക്കുള്ള വഴി, ഈ സത്തയിലേക്ക് എത്താനുള്ള വഴി എന്ന് അത് അനുഭവിച്ച ഗുരുജി പറയുമ്പോൾ നമ്മൾ ആ മൗനത്തെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ സാധിക്കും? അത് ഓരോരുത്തരുടെയും രീതികൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോ ഗുരുജിയുടെ രചനകൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ മൗനത്തിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ
നമുക്കറിയാതെ പല ചില വരികളിലൊക്കെ നമുക്കതിൻ്റെ അർത്ഥം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ അതിനുവേണ്ടി അത് അത് മനസ്സിലാക്കണം എന്നുള്ളൊരു വാശി പിടിക്കാതെ അതിലൂടെ അങ്ങ് പോകുമ്പോൾ അടുത്തടുത്ത് വരുന്ന വൃത്തത്തിലെ ശൂന്യതകളിലൂടെ അതിൻ്റെ ഉത്തരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളത് ഹൃദയം കൊണ്ടാണ് കേൾക്കുക എന്ന് പറയും. ബുദ്ധി ഉപയോഗിക്കാറില്ല. അവിടെ ബുദ്ധി ഉപയോഗിച്ചാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ അതിൽ ലയിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു മൗനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഗുരുജിയുടെ ഈ രചനകളെല്ലാം കവിത പോലെ മനോഹരമാണ്. ഇതൊരു കവിതയായിട്ടാണ് ഞാൻ ആസ്വദിക്കുന്നത്. അതിനകത്തെ അർത്ഥങ്ങൾ ആഴങ്ങളിലേക്ക് പോകാറില്ല. അതിങ്ങനെ ആസ്വദിച്ച് പോകും. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് അതിൻ്റെ ആ ഒരു ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള അനുഭവമാണ് ഉള്ളത്. അപ്പം മിക്കവാറും നമ്മൾ അധികം, അതായത് ഗുരുജിയുടെ വാക്കുകൾ മൗനത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ അതുപോലെ തന്നെ കഴിയുന്നതും നമ്മളൊരു മൗനത്തിനുള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പം സാധന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഗുരുജിയുടെ രചനകൾ കുറെ തവണ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാധന ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞാലും, സാധന കഴിഞ്ഞാലും ആ അനുഭവത്തിൽ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെറ്റിദ്ധാരണകൾ വരുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് പലതും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ആണ് വരുന്നത്. കാരണം ഈ ആത്മീയതയെക്കുറിച്ച് നമുക്കൊന്നും വളരെ ഗുരുജി പറഞ്ഞു തന്ന അറിവുകളല്ലാതെ മറ്റൊന്നും നമുക്കില്ല. നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ തെറ്റിദ്ധാരണകൾ കൂടും. അതുപോലെ തന്നെ മൗനത്തിന് തടസ്സം സൃഷ്ടിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മനസ്സിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം മനസ്സിലാണ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ നിശബ്ദമാക്കാൻ ഗുരുവിൻ്റെ കൃപയും അതുപോലെ തന്നെ ഏകാഗ്രമായ ശ്രദ്ധയോടെയുള്ള നിരീക്ഷണവും തുണയാകുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അതിപ്പോൾ ഒരാളുടെ അനുഭവം മറ്റുള്ളവർക്ക് എങ്ങനെ അത് പകർന്നു നൽകാൻ കഴിയുമെന്നറിയില്ല. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ്, അതായത് നേരത്തെ പലരും പറഞ്ഞതാണ് ആത്മജ്ഞാനത്തോടെ ജനിക്കാൻ പറ്റില്ല, പക്ഷേ മരിക്കുന്നതിന് ഒരാൾക്ക് ആത്മജ്ഞാനത്തോടെ മരിക്കാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ നമ്മുടേതായ രീതിയിൽ കഴിവതും ബുദ്ധി ഉപയോഗിക്കാതെ ഗുരുജി പറഞ്ഞു നിന്ന ആ രചനകളിലൂടെ ഇങ്ങനെ അതൊരു കവിത പോലെ ഹൃദയം കൊണ്ട് ആസ്വദിക്കുക. ഹൃദയം മീൻസ് ധ്യാനാത്മക മനസ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇതിലെ അവസാനത്തെ ഒരു പോയിന്റാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു എടുത്തു പറയാനുള്ളത്. അതായത് ആഗ്രഹങ്ങളോടെ ജീവിക്കുന്നവന് ശാന്തതയുണ്ടാവില്ല. അപ്പോഴാണ് ഈ യോഗസൂത്രത്തിലെ ഒരു സൂത്രം, അതായത് അതില് ഇത് പറയുന്നുണ്ട്, എന്താണ് സന്തോഷം? ശൗച സന്തോഷ തപ സ്വാധ്യായ ഈശ്വര പ്രണിധാന എന്നുള്ളത്. അതില് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് സന്തോഷം എന്ന് യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യം അത് നല്ലതായിക്കോട്ടെ, അനുകൂലമായിക്കോട്ടെ, പ്രതികൂലമായിക്കോട്ടെ, പക്ഷെ അതില് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ആണ് ഈ ശാന്തത, മനസ്സിന്റെ ശാന്തതയ്ക്ക് ആവശ്യം എന്ന് പറയുന്നു. അപ്പോ എൻ്റെ അനുഭവത്തിൽ അത് തന്നെയാണ്. എനിക്കിപ്പം അധികം എവിടെ യാത്ര ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ബോധറിയുന്നില്ല. നമുക്ക് ഉള്ളത് എന്താണോ അതിനെ കൊണ്ട് തൃപ്തിപ്പെടുക. ഇപ്പൊ ഈ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ഗുരുജിയുടെ ഈ രചനകൾ വായിച്ചും എനിക്ക് സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പൊ ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്, ഒരു തൃപ്തി നമ്മുടെ മനസ്സിലുണ്ട്. എന്ന് വെച്ച് പലപ്പോഴും ചിന്തകൾ വരുന്നുണ്ട്. ചിന്തകൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ചിന്തകളൊക്കെ അവിടെ സമർപ്പിക്കുക. അത് എവിടെ നിന്നാണോ വന്നത് ആ ഒരു യൂണിവേഴ്സൽ ഇതിൽ നിന്നായിരിക്കുമല്ലോ എല്ലാം വരുന്നത്. അപ്പൊ എവിടെ നിന്നാണോ വന്നത് അത് നമ്മളെ ഡുവർഷിപ്പ് എടുക്കാതെ, അതിൽ കയറി പിടിക്കാതെ അത് അപ്പോഴത്തന്നെ അവിടെ സമർപ്പിച്ചിട്ട് നമ്മൾ പിന്നെ ഇത് നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തിട്ട് അതിന് ഏറ്റവും നല്ല മാർഗം ഇതുപോലെ തന്നെ ഈ രചനകൾ വായിക്കുക. നമുക്കിപ്പോൾ
സ്പിരിച്വാലിറ്റിയിൽ പല പല മാസ്റ്റേഴ്സും പല രീതിയും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വായിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ നമ്മൾ ഒന്നിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായത്തിൽ ഇപ്പം ഗുരുജിയുടെ ഇത്രയും വ്യക്തമായിട്ടുള്ള ഈ രചനകളാവുമ്പോൾ അതിൽ തന്നെ ഹൃദയം കൊണ്ട് ഹൃദയം അതിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴാണോ ആ അനുഭവം വരുന്നത് അതുവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റും. അപ്പൊ ഈ ശാന്തതയിൽ നിലനിൽക്കുന്ന വ്യക്തിക്ക് അത് മൗനത്തിലേക്ക് പ്രവേശിക്കാൻ പരിശ്രമം ആവശ്യമുണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. കാരണം പരിശ്രമിച്ചിട്ട് നേടുന്നതിനേക്കാളും അത് സ്വാഭാവികമായിട്ട് വരേണ്ടതാണ് ആ മൗനം. അപ്പൊ ആ മൗനത്തിനുമായിട്ട് ഒഴിഞ്ഞ ഹൃദയവുമായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നാണ് പറയാനുള്ളത്. ഹരിയോ ഹരിയോ. ഇന്നത്തെ വിഷയം ഞാനിങ്ങനെ കേട്ടപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ചത്, അപ്പൊ നമ്മൾ ഈ ഡിസ്കഷൻ തന്നെ തെറ്റായതാണോ? കാരണം സത്യയുടെ ഭാഷ മൗനമാണ്. സത്യ എന്താണെന്ന് പോലും അറിവില്ലാത്ത ഞാൻ ഈ സത്യയെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ ശബ്ദിക്കുക? അപ്പൊ ഈ ഒരു അവസരത്തില് എനിക്ക് ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് രണ്ട് പണ്ഡിതന്മാര് ആ ഗ്രാമത്തിലെ തന്നെ വലിയ അറിവുള്ള പണ്ഡിതന്മാരാണ്. ഇവര് രണ്ടുപേരും ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചാ വിഷയം സമാധിയെക്കുറിച്ചായി. അപ്പോൾ അങ്ങനെ ചർച്ച തുടങ്ങി. ഘോരഘോരമായിട്ട് ചർച്ച അങ്ങോട്ട് ഇങ്ങനെ തീ കത്തി അങ്ങോട്ട് പോവാണ്. നിർബീജ സമാധി, സബീജ സമാധി, സബീജ സമാധി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ ഏതാണ് വലുത്, സമാധി അവസ്ഥയിൽ ഏതാണ് വലുത്, സമാധിയെ കുറിച്ച് ഇന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോവാണ്. അങ്ങനെ ആളുകളെല്ലാം ഇങ്ങനെ കൂടുന്നു, ശബ്ദം ഉയരുന്നു, ഇങ്ങനെ പോകുന്നു. ഒരാൾ സ്കോർ ചെയ്യുന്നു, അപ്പൊ അടുത്ത ആൾ അതിന്റെ മുകളിൽ പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ അമ്പലത്തിലെ ഒരു കാളയുണ്ട്. പശു പതുക്കെ ഭയങ്കര സൗന്ദര്യമാണ് അതിന്. അതിങ്ങനെ കേറി വന്നു ഭയങ്കര നിശബ്ദമായിട്ട് ഇങ്ങനെ ആടി അങ്ങനെ വന്നിട്ട് ഈ പണ്ഡിതന്മാരുടെ നടുകെ വന്ന് നിന്നിട്ട് ഒന്നമറി. പിന്നെ അവിടെ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. അവിടെ ആ സമയം അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പം പലപ്പോഴും അതാണ് ഗുരുജി പറയുന്നത്. ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ ഗുരുജി പറയുന്നത് അറിയാം. അതായത് സത്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അല്പം അറിവുണ്ടാവും. അറിവ് ഉണ്ടായിട്ട് അതെന്ന് നിലനിൽക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് ഇതെന്നിലുണ്ട് എന്ന് നീ പറയുമ്പോൾ അവിടെ അറിവിന്റെ അഹംഭാവം വരുവാണ്. സത്യയിൽ അഹമില്ല. അറിവായി തന്നെ നിൽക്കുകയാണ്. അപ്പം അറിയാതെ അഹംഭാവം കാണിക്കുമ്പോഴും അറിഞ്ഞുകൊണ്ട് അഹംഭാവം കാണിക്കുമ്പോഴും നീ അറിയുക നിന്നിൽ ദ്വന്ദ്വമുണ്ട്. അപ്പം ആദ്യത്തെ നിനക്ക് എപ്പോഴെങ്കിലും നിനക്ക് തോന്നുന്നതാണ് അറിവില്ല എന്ന്, ഞാൻ ചെറിയവനാണ്, എനിക്കറിവില്ല എന്ന് സ്വയം താഴ്ത്തി പറയുന്നതും അതും ഏറ്റവും വലിയ തെറ്റാണ്. എന്നാൽ എനിക്കെല്ലാം അറിവുണ്ട്, ഞാൻ കേവനാണ് എന്ന് പറയുന്നതും അതും തെറ്റാണ്. കാരണം അവിടെ സത്തയില്ല, അവിടെ മനസ്സുണ്ട്.
മനസ്സാണ് വേർതിരിച്ച് കാണുന്നത്. അവിടെ കമ്പാരിസൺ വരുന്നു. ഇന്നലെ ഞാനിങ്ങനെ ബാലു ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ശരത്തിനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും അത് നല്ല ഒരു ഇൻഡിക്കേഷനാണ്. ഹീസ് ഓപ്പൺ അപ്പ്, അത് തുറന്നു പറയാനും ടു ഓപ്പൺ അപ്പ് ആൻഡ് ഹീസ് ട്രൈങ് ടു ബി എംപ്റ്റി. അപ്പോഴ് എന്റെ ഇൻക്ലിനേഷൻ അപ്പൊ വന്നത്, നോ ബാലു, ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കറിവില്ല, എന്നെ താഴ്ത്തി കാണിക്കാൻ അതാണ് എന്റെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ. അതിനുത്തരമാണ് ഇന്നത്തെ ഗുരുജിയുടെ റൈറ്റിംഗ്സ്. അപ്പം ദ്വന്ദ്വത്തിലാണ് നീ. കാരണം ആ ഗുരു എത്രമാത്രം സൂക്ഷ്മമായിട്ട്, ആ കരുണ കൊണ്ടാണ് നമ്മുടെ അത്രയും സൂക്ഷ്മമായിട്ട് നമുക്ക് ഈ അറിവുകൾ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് എത്ര വേദാന്ത ക്ലാസ്സുകളിലോ എത്ര ലെക്ചേഴ്സിലോ നിങ്ങൾ പോയിരുന്നാലും, ഒരു ജീവിതകാലം മുഴുവൻ ഇരുന്ന് കേട്ടാലും, ഈ പറയുന്ന സൂക്ഷ്മമായ അറിവുകൾ ഒരിക്കലും കിട്ടില്ല. ശരിക്കും നമുക്കൊക്കെ കിട്ടിയ പുണ്യമെന്ന് പറയുന്നത് നമുക്ക് മനസ്സുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ ഒന്നും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും നമ്മൾ ആരും യോഗ്യരല്ല എന്നതാണ്. കാരണം ആ സത്യത്തെക്കുറിച്ചുള്ള അറിവുകൾ അദ്ദേഹം മൗനമായി ഇരുന്നു കൊണ്ട്, എന്നാൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട്, നമ്മളോടൊപ്പം നടന്നുകൊണ്ട് നമുക്ക് ആ പ്രേമസാഗര ബാലു പറഞ്ഞ കണക്ക് നമുക്ക് പകർന്നു തരികയാണ്. അതിന്റെ കടപ്പാട് നമുക്ക് ഒരു കാലത്തും നമുക്ക് അതെങ്ങനെയാണ്, നമുക്ക് ഇനി വരുന്നവർക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഒരിക്കലും ഈ നമ്മൾ ആർക്കും, ഗുരുവിന്റെ കൂടെ നടന്ന ആർക്കും അഹത്തെ വെച്ചായിരിക്കില്ല. ഞാനിത് അതൊക്കെ പല ഗ്രന്ഥങ്ങളും ഇതൊന്നും ആവശ്യമില്ല. അതാണ് നേരത്തെ ബാലുവിന്റെ സ്പീച്ചിൽ അത് പറഞ്ഞത്. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഇത് പറയാം. നമ്മൾ അറിഞ്ഞതിനെ കുറിച്ച് നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മുടെ അറിവ് കാണിക്കാൻ വേണ്ടിയാകരുത്. ഇപ്പൊ സാമാന്യ അമ്മയിലൊക്കെ നമുക്ക് ഏറ്റവും ദർശിക്കാൻ കഴിഞ്ഞ ആ ഒരു ഗുണമാണ്. അത് ശരിക്കും ഗുരുവിന്റെ ഓരോ ശിഷ്യരിലും അറിയാതെ തന്നെ ഈ ഗുണങ്ങൾ എങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ബോധപ്രാപ്തന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ആ സത്യം അനുഭവിക്കുകയാണ്. അതാണ് ഗുരു പറയുന്നത്, നീ അറിയാതെ തന്നെ നിന്നില് ആ സത്യം സംഭവിക്കും. നീ ആ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുക. അത് മാത്രമാണ് നമുക്ക് ആവശ്യം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കുറിച്ച് വീണ്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന, ആത്മജ്ഞാനമില്ലാതെ ജനിക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മുടെ പരാജയമല്ല. പക്ഷെ നീ മരിക്കുന്നത് ആ ജ്ഞാനമില്ലാതെയാണെങ്കിൽ നിന്റെ ജീവിതം പരാജിതമായി പോയി. ഇത് നമുക്ക് അടിവരയിട്ട് ഓരോ ദിവസവും നമ്മൾ റിപ്പീറ്റഡായിട്ട് നമ്മുടെ വാസനകളോ എന്തും ഉയരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ഇത് തന്നെയാണ് ആത്മവിചാരം. നമുക്ക് ആ ആത്മജ്ഞാനം നമുക്ക് വേണം. അപ്പൊ ആത്മജ്ഞാനത്തെക്കുറിച്ച് അമ്മ ഇന്ന് വളരെ വിശദമായിട്ട് അത് ഏറ്റവും വലിയൊരു അറിവായിരുന്നു അത് നമുക്ക് കിട്ടിയത്. വേറെ ഒന്നുമല്ല, നമ്മള് ഹയർ നോളജ്, ആ നിരീക്ഷകൻ എന്ന് പറഞ്ഞത് ആ സത്തയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ നിരീക്ഷകൻ എന്ന് പറയുന്നത് ആ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുക എന്നതാണ്. അപ്പം അവിടെ ഗുരുജി പരിശ്രമത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അതും ഞാൻ എന്റെ ഇതിൽ ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തോന്നി. അപ്പം എന്നില് വാസനകൾക്ക് വരാനായിട്ട് ഒരു പരിശ്രമവും എനിക്ക് അവിടെ ആവശ്യമില്ല. ഇറ്റ് കംസ് നാച്ചുറലി. ബട്ട് ജാഗ്രതയിൽ നിൽക്കാൻ എനിക്കിപ്പോ പരിശ്രമം ആവശ്യം ആയിട്ട് വരുന്നു. അപ്പോൾ അവിടെ
ആ മനസ്സിന്റെ അല്ലെങ്കിൽ ആശാഭാഷങ്ങൾ ഞാൻ പെട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ സത്യം. ആശാഭാഷങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ സിംപ്ലിസിറ്റി ഓഫ് തിങ്സ്, ബട്ട് ഇറ്റ് ഷുഡ് ഹാപ്പൻ നാച്ചുറലി ഇൻ യു. ഇതെങ്ങനെയാണോ നിന്നില് ഒരു പരിശ്രമവും ഇല്ലാതെ അശ്രദ്ധ വരുന്നത്, ഇഫ് ദ അശ്രദ്ധ ക്യാൻ ഹാപ്പൻ നാച്ചുറലി ടു യു, ദെൻ ആ ശ്രദ്ധയും ആ ജാഗ്രതയും ഷുഡ് ഹാപ്പൻ ടു യു നാച്ചുറലി, ബിക്കോസ് ഇറ്റ് ഈസ് അവർ ട്രൂ സെൽഫ്. അപ്പം അതിനാണ് ആത്മവിചാരം. അതാണ് ഗുരുജി പറയുന്നത്. ആ വിചാരമാർഗം, ആ ആത്മവിചാരത്തിന്റെ ബോധപ്രാപ്തന്റെ കൂടെ അവൻ ആ വിചാരമാർഗത്തിൽ കൂടെ നടക്കുമ്പോൾ സകല വിചാരവും ചാരമാവുകയാണ്. കാരണം അവിടെ നിലനിൽക്കുന്നത് ആ അപാരമായ മൗനമാണ്. ആ മൗനത്തെക്കുറിച്ച് ഞാൻ വാചാലനാകാൻ ഞാൻ തയ്യാറല്ല. കാരണം മൗനത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് അല്പം ഒരു നിമിഷത്തിന്റെ ആ ഇടവേളകളിൽ മിന്നിമറഞ്ഞു പോകുന്ന ആ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ കിരണങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ആ ബോധപ്രാപ്തന്റെ കൂടെ, ആ ഗുരുകാരുണ്യത്തിന്റെ കൂടെ നമുക്ക് ഒപ്പം നടക്കുവാൻ കഴിഞ്ഞാൽ തീർച്ചയായുമായി നമുക്ക് എല്ലാവർക്കും ആ സത്യത്തിലേക്ക് നമുക്ക് ചലിക്കുവാൻ കഴിയും. അതാവട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടെ ജീവിതവ്രതവും. ഇന്ന് ജൂലൈ 21 ആ യോഗയിലൂടെ യോഗത്തിലേക്ക് പോകേണ്ട ആ മഹത്തായ ആ ദിവസത്തെ ഓർക്കുകയാണ്. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ജൂൺ 21. അപ്പോൾ ഇന്ന് ഇപ്പം നമ്മള് പറയാൻ പോകുന്ന വാക്കുകള് ശരച്ച് റിപ്പീറ്റ് ചെയ്ത വാക്കുകളാണ്. പക്ഷെ അതെനിക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ ഏറ്റവും മനോഹരമായി ദർശിച്ച ഒരു സത്യമാണ്, ആത്മജ്ഞാനമില്ലാതെ ഒരാൾക്ക് ജനിക്കാം, അത് തെറ്റല്ല. ആത്മജ്ഞാനമില്ലാതെ മരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ ഒരു വേർഡിക്സ് മാത്രമല്ല, ആ വാക്കിന്റെ പിന്നിലെ ആ ഒരു ശക്തി മാത്രം മതി ആത്മവിചാരത്തിലേക്ക് നമ്മളെ കടത്തിവിടാൻ. സത്യത്തില് ഞാൻ ഇന്നത്തെ ആ വൃത്തത്തിലെ ശൂന്യത വായിച്ചപ്പോൾ ഇതിനകത്ത് ഗുരുജിയുടെ കൊട്ടുകളല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കിയത്. ഒരു സാധകനുള്ള സത്യത്തിന്റെ ഉരകല്ലുകളായിരുന്നു ഇന്നത്തെ ആ വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നത്. ഒരു സാധകൻ എങ്ങനെയാവരുത്, എങ്ങനെയാവണം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മൗനത്തെ പറ്റി തുടങ്ങുന്നുണ്ട്, തെറ്റിദ്ധാരണയെ പറ്റി പറയുന്നുണ്ട്, ശ്രദ്ധയെ പറ്റി പറയുന്നുണ്ട്, അശ്രദ്ധയെ പറ്റി പറയുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി പാർട്ട് ഒരു സാധകന് വേണ്ട ഗുണങ്ങളെയും ദോഷങ്ങളെയും പറ്റി വ്യക്തമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ്സ്, ആ വാക്ക്, സെന്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. എസ്പെഷ്യലി അത് ശരജി പറഞ്ഞ കൂട്ട് നമുക്കത് ഒരു മോട്ടിവേഷൻ സെന്റൻസ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമ്മുടെ മുന്നോട്ടുള്ള ലൈഫില്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആധ്യാത്മികതയുടെ വിളി കേൾക്കാൻ ആർക്കും, എല്ലാവരുടെയും ജീവിതത്തിൽ അവസരം വരും. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. സത്യത്തിൽ അതാണ്. കാരണം ചിലപ്പം കുറച്ച് നേരത്തെ ആവാം, കുറച്ച് വൈകിട്ടാവാം. പക്ഷെ അവൻ ആ വിളി എപ്പോഴെങ്കിലും അവൻ കേട്ടിരിക്കും. പക്ഷെ അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിളി കേൾക്കാതിരിക്കാനോ ശ്രദ്ധിക്കാനോ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട്, മനുഷ്യജന്മവും മോക്ഷത്തിനുള്ള ആഗ്രഹവും ഒരു മഹാപുരുഷ സമാഗമവും അല്ലെ ഒരു ഗുരുപ്രാപ്തി എന്ന് തന്നെ പറയാം ലഭിക്കുന്നതാണ് ഒരു മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയ
എന്താണ് അനുഗ്രഹം എന്ന് പറയും. അത് ഈശ്വരനായിട്ട് നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. കാരണം ഈശ്വരൻ ശരീരനായിട്ട് നമ്മുടെ ഗുരുവായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. അപ്പൊ ഇത്രയും ഘടകങ്ങളെ പറ്റി പറയുന്നു, അവിടെ മൗനത്തെ പറ്റി പറയുന്നു. മൗനത്തിന്റെ വാചാലത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിശബ്ദരാകണം. നിശബ്ദരാകണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ പലതും അടങ്ങണം. ഇപ്പൊ നമ്മള് സാധകം തുടക്കത്തില് അവൻ വേലി കെട്ടി അതിനുള്ളിലായിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. ഗുരുജി അത് പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ പലതിൽ നിന്നും മാറി നിൽക്കണം. ഒരു കണ്ടീഷണൽ മൈൻഡിൽ നമ്മൾ സാധന ചെയ്ത് തുടങ്ങുന്നു. ഇപ്പോൾ ഇന്ന് നമ്മള് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ വായിച്ചിട്ട് കണ്ടീഷൻ മൈൻഡ് വിട്ടുകളയുക. അൺകണ്ടീഷണൽ മൈൻഡിലൂടെ നമുക്ക് പോകണം. കാരണം ചിന്ത വരട്ടെ, അല്ലെങ്കിൽ വാസനകൾ പൊങ്ങി നമ്മളോട് ഫീൽ ചെയ്യട്ടെ. പക്ഷെ ഇതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ തീവ്രമായ അഭിലാഷത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നീ ആ സത്യം അറിയണോ, നീ ഇതിനെയെല്ലാം എങ്ങനെ തള്ളിക്കളയണം എന്നുള്ളത് നീ തീരുമാനിക്കണം. തീരുമാനം നമ്മുടേതാണ്. അപ്പൊ ഒരു വട്ടം ഞാൻ ഇതേപോലെ മീറ്റിംഗിൽ എത്തിയ സമയത്ത് ഗുരുജിയോട് ഇങ്ങനെ പറഞ്ഞു. ഈ നമ്മുടെ ശുഭാനന്ദ ആശ്രമത്തിലെ ഒരു പദ്യം ഇങ്ങനെ പറഞ്ഞു. അതിനകത്ത് വരികൾ ഇങ്ങനെയാണ്: ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളൂ. അപ്പൊ ഞാനിത് ഗുരുജിയോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഗുരുജി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആത്മനാഥൻ ഉണരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ഞെട്ടി. നിന്റെ എഫോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. സത്യം അതെനിക്കൊരു വലിയൊരു എന്താ പറയാ, ഒരു മൂന്നാം മണി പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മളുടെ ഒരു എഫോർട്ടും ഇല്ലാതെ, നമ്മുടെ പ്രയത്നമില്ലാതെ ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രയത്നം കൈമുതലാക്കി വെച്ചേ മതിയാകൂ എന്നുള്ള ആ ഒരു ഭയങ്കരമായ ഒരു തീവ്രമായ ഒരു ഫീലാണ് എനിക്ക് അന്ന് കിട്ടിയത്. സത്യത്തിൽ അന്ന് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അതെന്താ ഗുരു എന്നെ ഉണർത്തത്തില്ലേ, ഇങ്ങനൊക്കെ ഞാൻ ചിന്തിച്ചു. കുറെ കാട് കയറി ചിന്തിച്ചു പോയി. അപ്പൊ എന്നെ വിളിച്ചോണ്ട് വന്ന ഇതിനല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ചിന്തകൾ വന്നു. പക്ഷെ അവിടെ അവസാനം എനിക്ക് കിട്ടിയ ആൻസർ, നിന്റെ പ്രയത്നമില്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് നിന്റെ ആത്മാവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിനെതിരെ നീയും പ്രതികരിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു സാധകന് പ്രതികരണം ഇല്ലെങ്കിൽ, അവന് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ ജീവിത ലക്ഷ്യത്തെ അവൻ അറിഞ്ഞില്ലെങ്കിൽ, പിന്നെ എന്ത് നേടിയിട്ട് അവന്റെ ആത്മാവിനെ നേടിയിട്ട് മറ്റെന്തെല്ലാം നേടിയിട്ടും എന്ത് പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. സത്യത്തില് ഇന്ന് ഒരു ഭയങ്കര എനിക്ക് ഈ വൃത്തത്തിലെ ശൂന്യത ഓരോ ദിവസം ബെറ്ററായി വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരു സാധകൻ ചിന്തിക്കേണ്ടി വരും. അവന് അറിഞ്ഞ് ചിന്തിക്കേണ്ടി വരും. കാരണം അവന്റെ നിലനിൽപ്പ് എവിടെയാണ്, നീ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു, നീ എന്തിനെ ആശ്രയിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. എനിക്കിപ്പോ അതിനകത്ത് ഒരു വേർഡ്സും വിട്ടുകളയാൻ പറ്റുന്നില്ല. കാരണം ഓരോന്നും വീമ്പ് പറച്ചില് ഒന്നാലോചിച്ച്, അടി കൊണ്ടാലും കൊണ്ടില്ലേലും വേദനിക്കും. കറക്റ്റായിട്ട് പറയുകയാണ് ഗുരുജി. അത് എങ്ങനെ ഇത്രയും മനോഹരമായിട്ട് പറയാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം കൊള്ളേണ്ടടുത്ത് കൊള്ളാനും തള്ളേണ്ടടുത്ത് തള്ളാനും എല്ലാം നമുക്ക് സാധിക്കണം. സത്യത്തില് സാധകൻ എന്ന് പറയുന്നത് വല്ലാത്ത ഉത്തരവാദിത്വബോധമുള്ളൊരു വ്യക്തിയായി തീരണമെന്നായിരിക്കും, അങ്ങനെ ആയിരിക്കണമെന്നായിരിക്കും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം നമ്മള് അത്രയും എന്താ പറയാ, കുറച്ച് ഇതായിപ്പോയി. കാരണം എങ്ങനെ സംസാരിക്കാൻ കഴിയും, എങ്ങനെ സംസാരിക്കണം. കാരണം ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ പറയില്ലേ, അനുഭവിച്ചറിയാത്തതൊന്നും സത്യമല്ല എന്ന് ഗുരുജിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചറിഞ്ഞതിന് മാത്രമേ സത്യമായി കാണാവൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബോധപ്രാപ്തി നമ്മളുടെ ലക്ഷ്യം മാത്രമായി നിൽക്കുകയാണ്. അപ്പോൾ അനുഭവിച്ചറിഞ്ഞില്ലേ, പക്ഷെ നമ്മൾ നിർവചിക്കുന്നു എങ്ങനെ സാധിക്കുന്നു. പക്ഷെ ഇതെല്ലാം അവനിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് ഗുരുജി അതിനകത്തോടെയും പറഞ്ഞു തരുന്നത്. അശ്രദ്ധയുടെ 100% നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ശ്രദ്ധയ്ക്ക് എന്തുകൊണ്ട്
ആയിക്കൂടാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് സത്യത്തില് എനിക്കൊരു റിപ്പീറ്റ് ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. അപ്പൊ സത്യത്തില് ഞാനിത് വലിച്ചു നീട്ടാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഇത് വളരെയധികം എന്നെ സ്വാധീനിച്ചു. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗുരുഭ്യോ നമഃ. കാരണം ഞാൻ ഇവിടെ വന്ന ഒരു എന്റെ അനുഭവം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വന്നപ്പോഴേ നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് എന്ന ഒരു രീതിയിലാണ് ഇവിടെ വന്നത്. പക്ഷേ ഗുരുജിയുടെ ഈ ഒരു കണക്ഷനിലേക്ക് വരും തോറും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വ്യക്തി എന്ന് പറഞ്ഞ് അങ്ങനെ ആ പിടിക്കലാണ്, അത് തന്നെ ഏറ്റവും വലിയൊരു ഇതാണ്, അജ്ഞതയാണ്. കാരണം ഒന്ന് എന്നുള്ള ആ പരമമായ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ വ്യക്തി എന്നുള്ള ആ ഒരു അശ്രദ്ധ, അതൊരു ഡീപ്പർ അശ്രദ്ധയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാന് കുറച്ച് കൂടിയ ആളാണ്, ഇത്തരത്തിലുള്ള ആ ഇത് കുറഞ്ഞ് എത്രത്തോളം വരുന്നു, അപ്പോഴാണ് ഒരു സാധകന്റെ തലത്തിലോട്ട് നമ്മൾ കാലെടുത്ത് വഹിക്കുന്നത് പോലും. പിന്നെ വേറെ ഒരു കാര്യം ശരജി, ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സെഷൻസ് തുടങ്ങിയപ്പം ഈ വ്യക്തിത്വത്തിലെ ശൂന്യതയിൽ നിൽക്കുമ്പം ഇത് വായിച്ചും ഇതിന് തയ്യാറാക്കി വെക്കുകയും ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം പിന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ജാഗ്രത അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്? 100%. അതെ, ഇതിലാണ് ജീവിക്കുന്നത് ഇപ്പൊ. കൂടുതൽ